മലയാളത്തിൽ ദൃശ്യം തന്നെയാണ് ഗ്രോസ് കളക്ഷനിൽ ഇപ്പോഴും റെക്കോർഡിട്ട് മുന്നിൽ നിൽക്കുന്നതെങ്കിലും മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടനെ പിന്തള്ളിക്കൊണ്ട് അതിവേഗം മുന്നിലേക്ക് കുതിക്കുകയാണ് നിവിൻ പോളി. മലയാള സിനിമയിലെ കണക്കുകളും ടെലിവിഷൻ റേറ്റിംഗിലെ കണക്കുകളും വെച്ച് നോക്കുകയാണെങ്കിൽ 2016 ഏറ്റവും കൂടുതൽ പണം വാരി ചിത്രങ്ങളിൽ അഭിനയിച്ചതും ഏറ്റവും മുൻപന്തിയിലും മലയാളത്തിന്റെ സ്വന്തം നിവിൻ പോളി തന്നെ. ഇത് വെറുതെ പറയുന്നതല്ല, നിവിൻ പോളിയുടെ നേരമാണ് നല്ല നേരം. ഓരോ സിനിമയും ഒന്നിനൊന്ന് മികച്ചതായിക്കൊണ്ടിരിക്കുകയാണ് നിവിൻ പോളിക്ക്. അവസാനമായി റിലീസായ ആക്ഷൻ ഹീറോ ബിജുവും ജേക്കബിന്റെ സ്വർഗരാജ്യവും ബോക്സ് ഓഫീസുകളിൽ വൻ ഹിറ്റായിരിക്കുന്നു. 2016 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് മാറുകയാണ് ആക്ഷൻ ഹീറോ ബിജു. ഇപ്പോൾ തന്നെ ആക്ഷൻ ഹീറോ ബിജുവിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 30 കോടിയാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ജേക്കബിന്റെ സ്വർഗരാജ്യത്തിന് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 25 കോടിയാണ്. 2015 അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം, ജി പ്രജിത്ത് സംവിധാനം ചെയ്ത വടക്കൻ സെൽഫി എന്നിവയും നിവിൻ പോളിയുടെ സൂപ്പർ ഹിറ്റ് സിനിമകളായിരുന്നു. പ്രേമം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയത് 65 കോടിയായിരുന്നുവെങ്കിൽ ഒരു വടക്കൻ സെൽഫി നേടിയത് 23 കോടിയായിരുന്നു. പിന്നെ നിവിൻ പോളി ആരാധകർക്കെല്ലാം സന്തോഷം പകരാനായി സിദ്ധാർത്ഥ് ശിവയുടെയും അൽതാഫിന്റെയും സിനിമകളും തമിഴിൽ ഗൗതം രാമചന്ദ്രന്റെ സിനിമയും ഈ വർഷം നിവിൻ പോളിയുടേതായി വരുന്നുണ്ട്. ഈ സിനിമകളും ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റുകളാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. And now you're back, so you're the Onam heroine. Tell us about the Central Jail. What's your role in that film? The role is of a middle class girl, and there is also some interesting elements to it.